ഇന്നലെ രാത്രിയാണ് കോട്ടപ്പടി വടക്കുംഭാഗത്ത് വിച്ചാട്ട് വർഗീസിന്റെ വീട്ടിൽ കാട്ടാന വീണത്. 10 വയസ്സ് വരുന്ന കൊമ്പനാണ് കിണറ്റിൽ അകപ്പെട്ടത്. ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് കിണറ്റിൽ നിന്നും ആനയെ കണ്ടത്. നിരന്തരം വന്യജീവി ശല്യം നേരിടുന്ന പ്രദേശമാണ് കോട്ടപ്പടി. അതുകൊണ്ട് തന്നെ ഇതിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തി. ഇതോടെ രക്ഷാദൗത്യം തടസ്സപ്പെട്ടു. തുടർന്ന് DMO ഇടപെട്ട് പ്രശ്നം പരിഹരിച്ച് രക്ഷാദൗത്യം തുടരുന്നതിനിടെ സ്ഥലം MLA പ്രദേശത്തെത്തിയോടെ പ്രശ്നം കൂടുതൽ വഷളായി. വന്യജീവി സംഘർഷത്തിന് പരിഹാരമുണ്ടാകാതെ ആനയെ കയറ്റിവിടില്ലെന്ന് പറഞ്ഞ് MLA ആന്റണി ജോണിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചു. വളരെ കൃത്യതയോടുകൂടി തന്നെ പറയുകയാണ്, നിലവിൽ ഇവിടെ പ്രഖ്യാപിച്ചിട്ടുള്ള വർക്കിനെ സംബന്ധിച്ച് വളരെ കൃത്യമായ ഒരു തീരുമാനം ജനങ്ങളോട് പറഞ്ഞാൽ മാത്രമേ തുടർ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ സമ്മതിക്കുകയുള്ളൂ. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ല. ഒരു വർഷക്കാലം മുമ്പ് തൊട്ടപ്പുറത്ത് മുട്ടത്തുപാറയിൽ ഇതുപോലെ സംഭവം ഉണ്ടായി. അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഘട്ടത്തിലും അതിനകത്ത് ഏറ്റവും കൂടുതൽ ജനങ്ങളോട് ഉത്തരം പറയേണ്ടത് ജനപ്രതിനിധികളായ ഞങ്ങളൊക്കെയാണ്. അപ്പോൾ അത് ഇനി ഇവിടെ അനുവദിക്കാൻ സാധിക്കുകയില്ല. ഈ കാര്യത്തിനകത്ത് കൃത്യമായ ഒരു നിലപാട് വേണം. എന്ന് ഈ ഫെൻസിങ്ങിന്റെ വർക്ക് പൂർത്തീകരിക്കാൻ കഴിയുമെന്നുള്ള കൃത്യമായ ഉറപ്പ് ലഭിക്കാതെ ആനയെ കയറ്റിക്കൊണ്ടുപോകാൻ സമ്മതിക്കില്ല. കലക്ടർ സ്ഥലത്തെത്തിയതോടെയാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. പ്രതിഷേധത്തെ തുടർന്ന് കിണറടിച്ച് ആനയെ കരക്കെത്തുന്ന ദൗത്യം നിർത്തിവെച്ചിരുന്നു. കിണറിന്റെ ഉടമയ്ക്ക് 1 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകുന്നതിൽ DFOയെ ചുമതലപ്പെടുത്തിയെന്ന് ജില്ലാ കലക്ടർ പ്രിയങ്ക അറിയിച്ചു. സോളാർ ഫെൻസിംഗിന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകും. അതിനായുള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും കലക്ടർ ഉറപ്പു നൽകി. തുടർന്ന് 11 മണിയോടെയാണ് ദൗത്യം വീണ്ടും പുനരാരംഭിച്ചത്. ഉച്ചയ്ക്ക് 2 മണിയോടെ കിണറ്റിന്റെ വശങ്ങളിടിച്ച് ആനയെ പുറത്തെത്തിച്ചു. ശേഷം കാട് കയറ്റി. മലയാളം ന്യൂസ്, കൊച്ചി. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.